ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇന്നീല വാഖിഫുൻ ഫീ ഖൗമിൻ, ഞാനൊരു സമൂഹത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ദഅഉല്ലാഹി ഉമർ, അപ്പോൾ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യുന്നു? അവർ ദുആ ചെയ്യുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ദുആ ചെയ്യുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ കുളിപ്പിക്കാനായിട്ട് ഒരുക്കുന്ന ആ വേളയിൽ ആ സമൂഹത്തിലായിരിക്കുമ്പോൾ അവരെല്ലാവരും എന്താണ്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാണ്. ഫഖദ് വുളിയ അലാ സരീരിഹി, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ജനാസ കുളിപ്പിക്കുന്നതിന് വേണ്ടി കുളിപ്പിക്കാനുള്ള കട്ടിൽ, ആ കട്ടിലിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു കെടുത്തിയിരിക്കുകയാണ്. ഇദാ റജുലുൻ മിൻ ഖൽഫി, അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു പുരുഷൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാം, എൻ്റെ പിന്നിലുള്ള ഒരു വ്യക്തി, ഖദ് വളഅ മിർഫഖഹു അലാ മൻകിബയ്യ, അദ്ദേഹത്തിൻ്റെ രണ്ട് കൈമുട്ടുകൾ വച്ചിരിക്കുന്നു എൻ്റെ രണ്ട് ചുമലുകളുടെ മേൽ വച്ചിരിക്കുകയാണ്. യഖൂലു, അദ്ദേഹം പറയുന്നു, ഉരുവിടുന്നു, അർഹമുക്കല്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ട് പറയാണ്, അർഹമുക്കല്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. ഇന്നീല അർജു അൻ യജഅലക്കല്ലാഹു മാ സാഹിബൈക, ഇനി നിശ്ചയമായും ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാഗ്രഹിക്കുന്നു, അൻ യജഅലക്കല്ലാഹു, അല്ലാഹു തആല നിങ്ങളെ ആക്കുന്നതിന്, മാ സാഹിബൈക, നിങ്ങളുടെ രണ്ട് ഉറ്റ സുഹൃത്തുക്കളോടൊപ്പം. അപ്പോൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ഉറ്റ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ഖബറിൽ അവരോടൊപ്പം അല്ലേ? അപ്പോൾ അതിനകത്ത് അങ്ങനെയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു തആല അൻഹു. ആ ഉദ്ദേശത്തിലാവാം ഇത് പറഞ്ഞത്. മറ്റൊരു ഉദ്ദേശം പറയുന്ന സ്വർഗത്തിൽ നിങ്ങളെല്ലാവരും മൂന്നുപേരും എന്താണ്? ഉറ്റ സുഹൃത്തുക്കളായി ഒരുമിച്ചാവുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു എന്ന ഉദ്ദേശവുമാവാം. അല്ല, അർജു അൻ യജഅലക്കല്ലാഹു മാ സാഹിബൈക, നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം, രണ്ട് സ്നേഹിതന്മാരോടൊപ്പം നിങ്ങളാകുന്നതിനെ ഞാൻ ആഗ്രഹിക്കുന്നു നിശ്ചയം എന്ന് പറയാണ്. ആര്? ഈ എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ വ്യക്തി എൻ്റെ രണ്ട് ചുമലുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈമുട്ടുകൾ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ, ദുആ ചെയ്യാൻ. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാണ്, അന്നി കസീറമ്മാ കുന്തു, അതിനെ പറയാൻ കാരണം, നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾ ആണെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് പറയാൻ കാരണം, നിശ്ചയമായും ഞാൻ ധാരാളമായിട്ട് എന്താണ്? കുന്തു അസ്മഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാറുണ്ടായിരുന്നു. യഖൂലു, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നതായിട്ട് എന്താ പറയുന്നത്? കുന്തു വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു തആല അൻഹുവും ആയിരുന്നു എന്ന് പറയും. ചിലപ്പോൾ പറയും ഫഅൽതു അബൂബക്കർ വ ഉമർ, ഞാനത് ചെയ്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്തു, അത് ചെയ്തു എന്ന് പറയുന്നത് ധാരാളമായി ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ വന്ദലക്തു അബൂബക്കർ വ ഉമർ, ഞാൻ പോയി, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും പോയി, ഉമർ റളിയല്ലാഹു തആല അൻഹുവും പോയി എന്ന് പറയുന്നതായും കേട്ടിട്ടുണ്ട്. പിന്നെ ദഖൽതു അബൂബക്കർ വ ഉമർ, ഞാൻ പ്രവേശിച്ചു, പിന്നെ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവേശിച്ചു, ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രവേശിച്ചു എന്നും പറയുന്നതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഖറജതു അബൂബക്കർ വ ഉമർ, ഞാനും എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? ഞാനും അവർ രണ്ടുപേരും എന്ത് ചെയ്തു? പുറപ്പെട്ടു. അങ്ങനെ ധാരാളമായി പല ഇടങ്ങളിലും, പല പ്രവേശനങ്ങളിലും, പല പുറപ്പെടലിലും, യാത്രകളിലും ഒക്കെ കഴിഞ്ഞുകൂടുന്നതിലൊക്കെ എന്താണ്? ഈ ഒരുമയും ഈ ചേർച്ചയും അതിൻ്റെ വർത്തമാനങ്ങൾ. പുതിയാപ്പിളയാണ് ആര്? അലി റളിയല്ലാഹു തആല, ആരുടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അപ്പോൾ മണവാളനായ മരുമകനായ അലി റളിയല്ലാഹു, ഇങ്ങനെ ഞാൻ പറയുന്നത് ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങയുടെ രണ്ട് സാഹിബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോടൊപ്പം അങ്ങും ഒരുമിക്കുന്നതിനെ, ഒന്നാകുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പുറകിൽ നിന്നാ പറയണത്. ആരുടെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പുറകിൽ നിന്ന് ചുമലിലേക്ക് കൈ വെച്ചിട്ടാണ് പറയണത്. ഇത് ആരാ ഇത് പറയണമെന്ന് നിശ്ചിതമായൊരു ബോധ്യം ആർക്ക് കിട്ടുന്നില്ല? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല സാധാരണ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്താണ്? ഫൽതഫ്തു, അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, ആരാ ഈ പറഞ്ഞത്? തിരിഞ്ഞു നോക്കി. അപ്പോൾ എന്താ? അപ്പോൾ ഫൈദൻ അലി ഇബ്നു അബീ ത്വാലിബ്, അതാരാ?
അലി ബിൻ അബി ത്വാലിബ് പറഞ്ഞല്ലോ. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല കൊണ്ട് ഈ കാര്യങ്ങളിങ്ങനെ പറയുന്നത്. മുത്തഫഖുൻ അലൈഹി ഹദീസ് മുത്തഫഖുൻ. അപ്പോൾ ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല മഹാത്മ്യം വിളിച്ചു പറയുന്ന ഒരു ഹദീസാണ്. മാത്രമല്ല ആര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിഭവനായ പിൽക്കാലത്തെ ഖലീഫയായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല എന്നാണ് പറയുന്നത്. അൽ ഫസ്ലുൽ സാനി, രണ്ടാമത്തെ ഫസ്ല്, അത് നമ്മൾ ഓതിയ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. അൽ ഫസ്ലുൽ സാനി, രണ്ടാമത്തെ ഹദീസ്, നബി സയ്യിദുൽ ഖുദരി, അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല പറഞ്ഞു, ഇന്ന അഹ്ലൽ ജന്നത്തി, നിശ്ചയമായും സ്വർഗവാസികൾ, അവർ കാണും. മനസ്സിലായില്ലേ? അവർ കാണും. ആര് കാണും? അഹ്ല ഇല്ലിയീൻ, ഇല്ലിയീൻ എന്ന സ്വർഗ മേലാപ്പ്, ലോകത്തിന് ഏറ്റവും മേലാപ്പിലുള്ള ഒരു വാസകേന്ദ്രമാണിത് ഇല്ലിയീൻ. മനസ്സിലായില്ലേ? അവിടെ വസിക്കുന്നവരെ ആര് കാണും? സാധാരണ സ്വർഗവാസികൾ എന്ത് ചെയ്യും? കാണുന്നതാണ്. കമാ തറവുനൽ കൗക്കബ ദുർരിയ, വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം, കാർത്തിക നക്ഷത്രം എന്നൊക്കെ പറയും. വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ നിങ്ങൾ കാണുന്നത് പോലെ, വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ നിങ്ങൾ കാണുന്നത് പോലെ, അവിടെ ആകാശ ചക്രവാളത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ ആരെ കാണും? ഇല്ലിയീനിലുള്ള ആളുകളെ ആര് കാണും? സ്വർഗവാസികൾ കാണും. അപ്പോൾ ഇല്ലിയിൽ കഴിയുന്ന ആളുകളും സ്വർഗവാസികളും തമ്മിലുള്ള വിദൂരതയും ഇല്ലിയീൻ വാസികളുടെ ആ പ്രത്യേകതയും ഒക്കെ അവിടെ എന്താണ്? സ്പഷ്ടമാണ്. അബൂബക്കർ വ ഉമർ, നിശ്ചയമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും പിന്നെ ആരാ? ഉമർ റളിയല്ലാഹു തആല അൻഹുമാണ് മിൻഹും, അതിൽപ്പെട്ടവരാണ്. ആ ഇല്ലിയിൽ കഴിയുന്ന സ്വർഗവാസികളായ വലിയ മഹത്തുക്കളായ രണ്ട് ആളുകളാണ്. അനുഗ്രഹങ്ങൾ ഏറെ വാരി കൂട്ടിയിരിക്കുന്നവര് ഈ രണ്ട് നമ്മുടെ ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു തആല. അതുകൊണ്ട് അവർ സ്ഥാനമാനങ്ങളിലും പദവികളിലും ചെയ്തു മറ്റുള്ളവരെക്കാളും വളരെ വലിയ മേലാപ്പിലേക്ക് എന്തുള്ളൂ അവർക്ക് പോയി. ഷറൈസുന്നത്തി ഷറൈസുന്നൽ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വറവാന അബൂദാവൂദ് വ തിർമിദി വ ഇബ്നു മാജ, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇതുപോലത്തെ ഹദീസ് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട്, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കർ വ ഉമർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും ഉമർ റളിയല്ലാഹു തആല അൻഹും സയ്യിദാ കുഹൂലി അഹ്ലിൽ ജന്നത്ത്, 30 വയസ്സ് 33 വയസ്സ് കഴിഞ്ഞ പ്രായത്തിലുള്ള ആളുകൾക്ക് എന്താ പറയാ? കുഹൂൽ എന്ന് പറയാം. അല്ലേ? ഒരു പോന്ന വ്യക്തിയായ കാലം. 20 years എന്ന് പറഞ്ഞാൽ ടീനേജ് എന്ന് പറഞ്ഞാൽ രക്തത്തിളപ്പിൻ്റെ കാലം, ചെറുപ്പക്കാരൻ എന്ന കാലം. ഈ യുവത്വം കയറി വളർന്ന് അതിങ്ങനെ ഒരു പോന്ന ആളായി വന്ന യോഗ്യനായ ഒരു വ്യക്തിയായി ഒരു ആളായി വരുത്തിയിരുന്ന കാലമാണ് 33. മനസ്സിലായില്ലേ? 33-30 വയസ്സ് കഴിഞ്ഞ ആൾക്കാലത്തെ കുഹൂൽ എന്ന് പറയാം. അങ്ങനെയുള്ളവരായിരിക്കും സ്വർഗവാസികളെല്ലാം തന്നെ എന്ന ഹദീസ് അങ്ങനെ വേറെ വന്നിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യന് അവൻ്റെ ബുദ്ധിയും കഴിവും സാമർഥ്യമൊക്കെ തികഞ്ഞു നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന പ്രായമാണ് ആ പ്രായം. അപ്പോൾ ആ കുഹൂലിൻ്റെ രണ്ട് നേതാക്കന്മാരാണത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു തആല അൻഹു. മിനൽ അവ്വലീന വൽ ആഖിരീൻ, ആരാ? അത് ആദ്യക്കാരും അവസാനക്കാരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുന്നില്ല. ലോകത്ത് ആദം നബി മുതൽ വന്നിരിക്കുന്ന മുഴുവൻ മനുഷ്യ സഞ്ചയം അതിൽ ഈ പ്രായത്തിലുള്ള ആളുകളുടെ എല്ലാം സയ്യിദായിട്ട് അവരോധിക്കപ്പെടുന്ന ആ സ്ഥാനം അലങ്കരിക്കുന്ന രണ്ട് നേതാക്കളാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും ഉമർ റളിയല്ലാഹു തആല അൻഹും. കേട്ടോ? ഇല്ല നബിയീന വൽ മുർസലീൻ, ആരൊഴിച്ച്? അമ്പിയാക്കളും മുർസലീങ്ങളും ഒഴിച്ച്. അങ്ങനെ ഇവർ നബിമാരല്ല, മുർസലല്ല. മനസ്സിലായില്ലേ? ഇവരെ മേലെയാണെന്ത് അവരുടെ സ്ഥാനം. ഇല്ല നബിയീന വൽ മുർസലീൻ, അമ്പിയാക്കളും മുർസലീങ്ങളും ഒഴിച്ച്. റവാഹു തിർമിദി വ ഇബ്നു മാജ അൻ അലി. തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. റവാഹു ഇബ്നു മാജ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട്, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഇന്നി ലാ അതിരി മാ ബഖായി ഫീക്കും, എനിക്കറിയില്ല നിങ്ങൾക്കിടയിൽ എൻ്റെ ശേഷിക്കുന്ന കാലം എത്രയുണ്ട് എന്നെനിക്ക് അറിയില്ല. മനസ്സിലായില്ല? അതിൻ്റെ നിറവാർന്ന അറിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? അല്ലാഹു റബ്ബുൽ തആലയ്ക്ക് മാത്രമേ ഉള്ളൂ. അതെന്നല്ല എല്ലാ കാര്യത്തെക്കുറിച്ചും. മനസ്സിലായില്ലേ? അപ്പം നിശ്ചയമായി ഞാൻ അറിയുന്നില്ല മാ ബഖാഇ ഫീക്കും, നിങ്ങളിൽ എത്രയാണ് എൻ്റെ ശേഷിപ്പ്, എൻ്റെ എന്താണ് ലൈഫ് ടൈം എത്രയാണ് ശേഷിക്കുന്നതെന്ന് എനിക്കെന്താണ് അറിയുന്നില്ല. ഫഖ്തദൂ ബില്ലദീന മിൻ ബഅദി, അതുകൊണ്ട് നിങ്ങൾ പിൻപറ്റിക്കൊള്ളൂ. ഞാൻ വഫാത്തായി പോയാലും നിങ്ങളുടെ ജീവിതം ഇനിയും ശേഷിക്കും. സഹാബത്ത് പിന്നെ ഉണ്ടായല്ലോ. അപ്പം നിങ്ങളെന്ത് ചെയ്യുക? പിൻപറ്റിക്കൊള്ളുക. ബില്ലദീന മിൻ ബഅദി, എനിക്ക് ശേഷം ശേഷിക്കുന്ന ജീവിച്ചിരിക്കുന്ന സദ്വൃത്തരായ എൻ്റെ അനുയായികളുണ്ട്, അവരെ നിങ്ങൾ പിൻപറ്റിക്കോളൂ. അവരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എങ്ങനെയാണ് ദീനീ സംരക്ഷണവും അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ ജൈത്രയാത്ര പ്രകാരം പോകേണ്ടതുണ്ട് എന്നുള്ള പഠിപ്പ് ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയാനുള്ളത് അബൂബക്കർ, ഉമർ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയും നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി സ്ഥിരപ്പെടുമ്പോൾ സഹാബത്തിൻ്റെ ഇടയിൽ നിന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനുള്ള മഹത്വവും സ്ഥാനവും വലിപ്പവും മനസ്സിലായില്ലേ? ഇത് വളരെ വ്യക്തമായി സുതരാം വ്യക്തമാക്കുന്ന ഹദീസാണ് കേട്ടോ. പാടാതാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും മഹത്വങ്ങൾ പറയുന്ന പാഠമാണ് കേട്ടോ. അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ ദഖലൽ മസ്ജിദ, മസ്ജിദിൽ പ്രവേശിച്ചാൽ ലം യർഫഉ അഹദുൻ റഅസഹു, ഒരാളും ആരുടെയും തല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഉയർത്തി നോക്കൂല. അങ്ങനെയുണ്ടല്ലോ, മനസ്സിലായില്ലേ? വല്യപ്പ കയറി വരുമ്പോ പേരക്കുട്ടി എന്ത് ചെയ്യില്ല? ആരെ ഒന്നും നോക്കുവോ? നോക്കൂല. വല്യപ്പ പള്ളിയിലേക്ക് കയറിയിട്ടുണ്ടെന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ അടങ്ങി ഉണ്ടാവാതിരിക്കും. വല്യപ്പ പള്ളിയിൽ കയറിയിട്ടുണ്ട്, നിങ്ങൾ നോക്കും, ശരിക്കാൻ പോവാണ്, അത്രേ ഉള്ളൂ അല്ലേ? കാരണം ആ ഒരു ബഹുമാന ആദരവും കാരണം ആരെ അന്യമാനായിട്ട് നോക്കൂല. മനസ്സിലായില്ലേ? പക്ഷെ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പള്ളിയിലേക്ക് കയറുമ്പോൾ ആരും എന്ത് ചെയ്യില്ല? ആരായി കയറി വരുന്ന മാതിരി തല ഉയർത്തും ചെയ്യില്ല, നോക്കൂല. അദബം നിലയ്ക്ക് ഒരു സൂക്ഷ്മത പാലിച്ചു പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം ഉണ്ടാവുക. പക്ഷെ അബൂബക്കർ ഉമർ ആലോചിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു അവരൊന്നും അത്ര ഫ്രണ്ട്ഷിപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? ആഘോഷത്തിനെല്ലാം കടന്നു വരുന്നു. മനസ്സിലായില്ലേ? ഉമർ റളിയല്ലാഹു തആല നോക്കുക മാത്രമല്ല, കാന യതബസ്സമാനി, അവർ രണ്ടുപേരും എന്ത് ചെയ്യും? പുഞ്ചിരി പൊഴിക്കും. ഇതിലെ ആരിലേക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? നമസ്കാരം ചെയ്ത് എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? യതബസ്സമാനി ഇലൈഹി, സമകാലീനരാണ്, സഹപ്രവർത്തകരാണ്, ഉറ്റ സുഹൃത്തുക്കളുമാണ്. അവരെന്ത് ചെയ്യും? പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കും. അപ്പോൾ യതബസ്സമു ഇലൈഹിമ, തീർന്നില്ല, എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കുകയും പുഞ്ചിരി പൊഴിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതാണ് സയ്യിദുനാ അബൂബക്കർ, സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരുടെയും പതിപ്പ് കേട്ടോ, സ്ഥാനം വലിപ്പം മനസ്സിലാക്കും കേട്ടോ. തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി കുട്ടിക്കുന്നു ഖാല ഹാദാ ഹദീസുൻ ഗരീബ്, ഹദീസ് ഗരീബാണ് എന്ന് തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ, പുറപ്പെട്ടു, ദാത്ത യൗമിൻ, ഒരു ദിവസം പുറപ്പെട്ടു, ദഖലൽ മസ്ജിദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പ്രവേശിച്ചു. അബൂബക്കർ ഉമർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പിന്നെ ആരാ? ഉമർ റളിയല്ലാഹു തആല അൻഹുവും അഹദുഹുമ, അവർ രണ്ടുപേരിൽ ഒരാളാകുന്നത് അൻ യമീനി, എവിടെയുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതു ഭാഗത്തുണ്ട്. വല്ലാഹുറു, മറ്റേയാളാവുന്ന അൻ ഷിമാലി, എവിടെയുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതു ഭാഗത്തുണ്ട്. വഹുവ ആഖിദുൻ ബി ഐദീഹിമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരുടെയും കൈകളിൽ എന്താണ്? പിടിച്ചിരിക്കുകയാണ്, അങ്ങനെ പിടിച്ചുകൊണ്ടാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ കാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാക്കദാ തുബ്അസു യൗമൽ ഖിയാമത്തി, ഇപ്രകാരം എന്നെ ഖിയാമത്ത് നാളിൽ അയക്കപ്പെടുന്നതാണ്. മനസ്സിലായില്ലേ? പുനർജീവിത കാലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ഖിയാമത്ത് നാളിലേക്ക് എന്നെ ആനയിക്കപ്പെടുന്നതെന്നിരിക്കും ഇപ്രകാരമായിരിക്കും. എൻ്റെ ഒരു വശത്താരായിരിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മറ്റെടുത്താരായിരിക്കും ഉമർ റളിയല്ലാഹു തആല. അങ്ങനെയായിരിക്കും എന്നെ അയക്കപ്പെടുക. ഹക്കദാ തുബ്അസു അലി നുബ്അസു കേട്ടോ. ഇപ്രകാരം മുത്തകല്ലിമായിട്ട് പറയാം, ഞങ്ങളെ അയക്കപ്പെടുന്നതാണ് യൗമുൽ ഖിയാമത്ത്. ഇപ്രകാരം മൂവർ സംഘമായിട്ട്, നടുക്ക് ഞാനും അപ്പുറം ഇപ്പുറം എൻ്റെ രണ്ട് സാഹിബുമാരുമായിട്ട് തന്നെ ഞങ്ങൾ അയക്കപ്പെടും. റവാഹു തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി റിപ്പോർട്ടിരിക്കുന്നു കേട്ടോ. കാല ഹാദാ ഹദീസുൻ ഗരീബ്, ഹദീസ് ഗരീബാണെന്ന് തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞിട്ടുണ്ട്. വാൻ അബ്ദുല്ലാഹ് ബിൻ ഹൻതബ്, അബ്ദുല്ലാഹ് ബിൻ ഹൻതബ് റളിയല്ലാഹു തആല അൻഹു തൊട്ട് റിപ്പോർട്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ അബൂബക്കർ ഉമർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കണ്ടു, ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടു. അപ്പോൾ കാല, അവ കണ്ടപ്പോൾ എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാനി സംഉ വൽ ബസർ, ഇവർ രണ്ടുപേരുമാകുന്നത് കേൾവിയും കാഴ്ചയുമാണ്. ദീനിൻ്റെ, ശരീഅത്തിൻ്റെ, ഇസ്ലാമിൻ്റെ, നമ്മുടെ സംവിധാനങ്ങളുടെ, എൻ്റെ പലർത്തുണ്ട്, എൻ്റെ കേൾവിയും കാഴ്ചയും. മനസ്സിലായില്ലേ? അത്ര വലിയ ബന്ധം രണ്ടുപേർക്കും ദീനിനോട്, ശരീഅത്തിനോട്, ശറഈന്റെ സംവിധാനത്തോട്, നബിതങ്ങളോടൊക്കെ ഉണ്ട് കേട്ടോ. ഹാദാനി സംഉ വൽ ബസർ, ഇവർ രണ്ടുപേരുമാവുന്ന എൻ്റെ കേൾവിയും കാഴ്ചയുമാവുന്ന റവാഹു തിർമിദി, തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി റിപ്പോർട്ടിരിക്കുന്നു. മുർസലൻ, ഹദീസ് മുർസലായിട്ട് കേട്ടോ. അവരെയൊക്കെ വല്ലാതെ സ്നേഹിക്കുക കേട്ടോ. ഒരു കുറവുമില്ലാതെ അനന്തമായി വളരെ വലിയ നിലയിൽ എന്ത് ചെയ്യുക? അവരെല്ലാം സ്നേഹിക്കുക. അൽ മർഉ മാ മൻ അഹബ്ബ എന്നാണ്. മനുഷ്യൻ അവനെ സ്നേഹിക്കുന്നവരോടൊപ്പം എന്ത് ചെയ്യും? ഉണ്ടാവും. എവിടെയാ? മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ എന്താ, ഇവിടെ ഇവൻ്റെ എന്നാവൻ്റെ പേര്, നമ്മുടെ അംബാനിൻ്റെ കല്യാണത്തിന് ആരാ വന്നേ? പോപ്പ് ഗായകൻ ബീവറോ എന്നാവൻ്റെ പേര്, ചെറുപ്പക്കാരൻ ഒരു ബീവറില്ലേ, അവൻ വന്ന് വേറൊരുത്തരും വന്നു. രണ്ടുപേരും കൂടി 84 കോടി രൂപ ഉണ്ടെന്ന് പറഞ്ഞു കേരളത്തിൽ. അവരുടെ ഫീസ് എത്ര? 84 കോടി. എന്ത് കാര്യം മനസ്സിലാണ്ട പറയണോ? ഇപ്പം എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ ഈ ദുനിയവിയായ ജീവിതത്തിലും തീരുന്നില്ല. ഇത് ടെസ്റ്റിംഗ് പീരീഡാണ്. മനസ്സിലായില്ലേ? ഉഖറവിയ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? വിജയശ്രീലാളിതരാവണം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലായില്ലേ? ആഴ്ച നമുക്ക് എന്നും നിറവായി, കനിവായി, തെരുവായി ലഭിക്കും. അല്ലാഹു തആല സൗഭാഗ്യം തരട്ടെ.